എങ്ങനെയായിരുന്നു ഞാൻ ചോദിച്ചപ്പോ ഈ ബാക്കി റീൽസ് ഒക്കെ ചെയ്യുന്ന കൂടുതൽ പേരുണ്ട് മുന്നേറ്റ എത്ര സീനാണെന്ന് പറഞ്ഞു. അപ്പൊ ഇവര് രണ്ടുപേരും ഇവരെ സിങ്ക് ആക്കാൻ ബുദ്ധിമുട്ടോ എന്തെങ്കിലും ഫീൽ അത് സിംഗൊക്കെ തുടക്കത്തിൽ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ അത് ട്രാക്കിൽ വന്നു. പിന്നെ ഉണ്ണിയേട്ടന്റെ ക്യാരക്ടർ എന്താന്നുള്ളത് ഉണ്ണിയേട്ടന്റെ ഒരു ഭാഗത്ത് പെർഫോം ചെയ്യുമ്പോൾ റീൽസ് ചെയ്യുന്ന അവർക്കും അതൊരു ഇൻസ്പിറേഷൻ ആണ്. സീനിയർ ആളാണ്. അപ്പൊ അവർ ആ റെസ്പെക്ടോട് കൂടി തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ ആയിരുന്നു. അങ്ങനെ കുറെ ക്രൗഡ് സീനുകളുണ്ട്. എനിക്ക് തോന്നുന്നു അതൊക്കെ ആ നാട്ടുകാരൊക്കെ തന്നെയാണ് അഭിനയിച്ചിട്ടുള്ളത്. അതെങ്ങനെ നിങ്ങൾ തന്നെ നാട്ടിൽ ഷൂട്ട് ചെയ്തുകൊണ്ട് അത് കുറച്ചുകൂടി അതുകൊണ്ടാണ് നിങ്ങൾ തന്നെ നാട്ടിൽ അത് ചെയ്തത്? അതുകൊണ്ടാണ് നമ്മൾ നാട് തിരഞ്ഞെടുത്തത്. പിന്നെ ലൊക്കേഷനിൽ നമ്മൾ പിന്നെ നമുക്ക് വേണ്ട വീടുകളുണ്ട്, പിന്നെ അതുപോലെ നമുക്ക് വേണ്ട ഗ്രൗണ്ട്സും കാര്യങ്ങളൊക്കെ വേണം. അപ്പൊ ഇതൊക്കെ സറൗണ്ടിങ്ങിൽ വരുന്ന ഒരു സിറ്റി നമുക്ക് വേണം, ഒരു ഗ്രാമം വേണം. അപ്പൊ നമ്മള് കുറച്ച് അപ്പുറപ്പുറമൊക്കെ പോയി നോക്കി. പക്ഷെ നമുക്ക് ആപ്ലേറ്റ് കിട്ടി. നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ. ഗ്രൗണ്ടിന്റെ കാര്യത്തിൽ മാത്രമേ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അത് നമ്മൾ തൊട്ടടുത്ത് വേറെ നാട് നോക്കിയിട്ട് ഗ്രൗണ്ട് മാനേജ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യായിരുന്നു. ഇവര് റിയൽ നടന്ന കുറെ ഇൻസിഡൻസിനെ കൂടി ഉദ്ദേശിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ എവിടെയെങ്കിലും ഈ അഖിലിന്റെ കഥാപാത്രം എവിടെയെങ്കിലും സംവിധായകന്റെ റിയൽ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടോ? അതിൽ എഴുതുമ്പോൾ എന്തെങ്കിലും ഒക്കെ തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും നാട്ടിലെ ഇത് പ്രശ്നങ്ങൾ കാണുമ്പോൾ അത് നേരെയാക്കി എടുക്കണം എന്നൊക്കെ അങ്ങനെ എന്തെങ്കിലും ഒരു ശ്രമങ്ങൾ? തീർച്ചയായിട്ടും ആ ക്യാരക്ടറിനെ പേഴ്സണലി ഒരുപാട് കണക്ഷനുള്ള ഒരു ക്യാരക്ടറാണ്. പക്ഷെ നമുക്ക് ചിലത് നമുക്ക് ചെയ്യാൻ കഴിയില്ല. നമ്മളത് ഒരു വിഷയമായിട്ട് മാത്രം നിൽക്കും. അപ്പോ അതിനെ അപ്ലൈ ചെയ്യാന്നുള്ളതാണ് ഈ ഒരു ക്യാരക്ടറിലൂടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പല കാര്യങ്ങളിലും അത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ എന്തായാലും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ എന്തായാലും സിനിമ ഇപ്പൊ തിയേറ്ററിൽ എത്തുകയാണ്, ജനങ്ങളിലേക്ക് എത്താണ്. റിവ്യൂ കേട്ട് നല്ല അഭിപ്രായങ്ങൾ കിട്ടി. എന്ത് തോന്നുന്നു ഒരു സിനിമ പ്രേക്ഷകർ ഇത് കാണേണ്ട സിനിമ തന്നെയാണ് അല്ലേ? തീർച്ചയായിട്ടും ജനങ്ങൾ കാണണം. വെറുതെ കണ്ടു മറക്കേണ്ട സിനിമയല്ല. നല്ല നന്നായിട്ടുണ്ട് പടം. ഞാൻ കണ്ടല്ലോ, പടം നല്ല പടമാണ്. അതുകൊണ്ട് ജനങ്ങളെല്ലാരും കാണുക, പടം വിജയിപ്പിക്കുക. വേറെ ഏതൊക്കെയാ സിനിമ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ചെയ്തെടുക്കാൻ ചെളിയൻ, സൂപ്പിയാൻ, അങ്ങനെ പറഞ്ഞ പടങ്ങൾ ഒരു 3-4 ഉണ്ട്. ഇപ്പോഴും നാട്ടിൽ തന്നെയാണ്? കൊച്ചിയിലേക്കൊന്നും കൊച്ചിക്കാരനായിട്ടില്ലല്ലോ, നാട്ടിൽ തന്നെയല്ലേ? നാട്ടിൽ തന്നെ. എന്റെ നാട്ടില് പൈക്കള കയറുന്നുണ്ട് എപ്പോഴും. അല്ല സിനിമാക്കാരനായ കൊച്ചിയിലോട്ട് സിനിമാക്കാരനാവണ്ട, എനിക്ക് 4 കച്ചവടക്കാരനായാൽ മതി. ഇപ്പോഴും നാട്ടിലെ പഴയ ക്യാരക്ടറാണ്. 3-4 സിനിമ വന്നു, അതൊക്കെ എനിക്ക് പറ്റാതിന്റെ ഒഴിവാക്കി. സിനിമയിൽ മാത്രമല്ല ജീവിതത്തിലും ജീവിതത്തിൽ ഒരു ക്യാരക്ടറാണ് കണ്ടുപിടിക്കുന്നത്. അതെ, അതന്നെ. അത് മാറ്റിയ പരിപാടിയില്ല. അപ്പൊ എന്തായാലും സിനിമ എന്തായാലും പ്രഷർ ഒരു ചർച്ചയാവട്ടെ. ഈ പറഞ്ഞ പോലെ തീർച്ചയായിട്ടും അതിനകത്ത് ഒരുപാട് മാറ്റങ്ങൾ മാറ്റങ്ങൾ. നമ്മളിപ്പോ ഫുട്ബോൾ കളിക്കുമ്പോൾ നമ്മൾ പറയും പൊരുതി കളിക്കാന്ന് പറയും. പൊരുതിയിട്ട് പോയാൽ പോട്ടെ നോക്കാന്ന് പറയും. അപ്പൊ ഒരു പൊരുതലാണ് ഈ സിനിമ. ഒരു പൊരുതലാണ്, ഒരു നന്മക്ക് വേണ്ടിയുള്ള പൊരുതലാണ്. അപ്പൊ ബാക്കി ഇതിന്റെ ഭാവി തീരുമാനിക്കേണ്ടത് ഞാൻ പറഞ്ഞ പോലെ സ്ക്രീനിലല്ല, റിയൽ ലൈഫിലാണ് ഇതിന്റെ ഇമ്പാക്ട് വേണം. അത് സംഭവിക്കും എന്നാണ് കേരള സമൂഹത്തിൽ നമുക്കൊരു പ്രതീക്ഷയുണ്ട്. കാരണം ഒരുപാട് എല്ലാ നല്ല കാര്യങ്ങളിലും നമ്മുടെ സമൂഹം ഒരുമിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കാര്യത്തിലും ഇത് ഒരുമിക്കുന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ നന്മ ചെയ്യട്ടെ. താങ്ക് യു സർ. ശരി.